ഞാനേ കണ്ടുള്ളൂ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതൊരു സിനിമയുടെ ഓർമ്മ നമ്മളിൽ ഉണർത്തും. ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്നുകൂടി പറഞ്ഞാൽ നന്ദനം എന്ന സിനിമ എന്ന് ഏത് കൊച്ചു കുഞ്ഞും വിളിച്ചു പറയും. അത്രമാത്രം പ്രേക്ഷകർക്കിടയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു സിനിമയും ക്ലൈമാക്സുമാണ് നന്ദനം എന്ന സിനിമയ്ക്കുള്ളത്. ക്രിസ്തുവിൽ, കൃഷ്ണനിൽ, മുഹമ്മദിൽ, മനുഷ്യനിൽ വിശ്വസിക്കുന്നവർക്ക് സ്വന്തം അമ്മയെ കൊണ്ടുചെന്നു കാണിക്കാൻ ഒരു മലയാള സിനിമ എന്നതായിരുന്നു 21 വർഷങ്ങൾക്ക് മുമ്പ് റിലീസ് ചെയ്യുമ്പോൾ നന്ദനം എന്ന രഞ്ജിത്ത് സിനിമയുടെ പരസ്യവാചകം. ആ വാചകം ജനം സ്വീകരിച്ചു. നന്ദനം എന്ന സിനിമ പ്രേക്ഷകർ ഹൃദയത്തിലേറ്റ് വിജയിപ്പിച്ചു. എന്നാൽ ആ സിനിമയുടെ നിഴൽ ഒത്തിരിക്കാലം മലയാള സിനിമയിൽ പല വേഷത്തിലും പല ഭാവത്തിലും നിറഞ്ഞു നിന്നു. അതൊരു കുറ്റമല്ല. വിജയചിത്രങ്ങളുടെ നിഴൽ പിടിച്ചല്ലാതെ മലയാളത്തിലെന്നല്ല ഒരു ഭാഷാ സിനിമകൾക്കും നടക്കാനാവില്ല, മുന്നോട്ട് പോകാനാവില്ല. 2022 മറ്റൊരു വിജയചിത്രമായിരുന്നു ജയ 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 ഹേ. അതിന്റെ സംവിധായകൻ വിപിൻ ദാസ് തന്റെ ബോക്സ് ഓഫീസ് സക്സസ് ആവർത്തിക്കാൻ ഇത്തവണയും കൂട്ടുപിടിച്ചത് ബേസിൽ ജോസഫിനെ തന്നെയാണ്. ഒപ്പം ഞാൻ ആദ്യം പറഞ്ഞ നന്ദനത്തിലെ നായകൻ പൃഥ്വിരാജിനെ. അതുകൊണ്ടാണ് ഈ 2 സിനിമകളെയും നമ്മൾ ഗുരുവായൂർ അമ്പലനടയിലെത്തുമ്പോൾ ഓർക്കുന്നത്. നന്ദനം എന്ന സിനിമയാണ് സത്യത്തിൽ പൃഥ്വിരാജിന് ഒരു ബ്രേക്ക് നൽകിയത്. അദ്ദേഹം തന്നെ നിർമ്മിച്ച ഗുരുവായൂർ അമ്പലനടയിൽ അതും ഒരു കല്യാണക്കഥയാണ്. നന്ദനവും ജയ ജയ ജയയും കല്യാണക്കഥകൾ തന്നെയാണല്ലോ. വിദേശത്ത് ജോലിയുള്ള വിനുവിന്റെ വിവാഹം ഉറപ്പിച്ച് വിനു നാട്ടിലേക്ക് അവധിക്ക് വരാനിരിക്കുന്നിടത്താണ് സിനിമ ആരംഭിക്കുന്നത്. വിനുവിന്റെ വേഷത്തിലെത്തുന്നത് ബേസിൽ ജോസഫാണ്. ബേസിലിനെ സ്ക്രീനിൽ കണ്ടാൽ അപ്പോൾ ജനം കൈയടിക്കാനും ചിരിക്കാനും തുടങ്ങും. കാരണം ജനം ആഗ്രഹിക്കുന്നത് കൃത്യമായി കൊടുക്കാൻ ബേസിൽ ശ്രദ്ധിക്കാറുണ്ട്. ഒരു കാലത്ത് ശ്രീനിവാസനെ പോലെയുള്ള നടന്മാർ എന്താണോ ചെയ്തത് അതുതന്നെയാണ് ഇപ്പോൾ ബേസിലും ചെയ്യുന്നത്. ആ ജനറേഷൻ വ്യത്യാസമുണ്ടെന്ന് മാത്രം. ഈ ജയ ജയ പോലെയുള്ള സിനിമകളുടെ വിജയം അതിലെ കഥാപാത്രത്തോട് ബേസിൽ സ്വീകരിക്കുന്ന നയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ തുടക്കം മുതൽ പ്രേക്ഷകർ ചിരിച്ചു തുടങ്ങും. ഈ ടൈറ്റിലൊക്കെ എഴുതി കാണിക്കുന്നതിന് മുൻപ് മുതലേ പ്രേക്ഷകർ ചിരിക്കാൻ തുടങ്ങുകയാണ് ഈ സിനിമയിൽ. ആ ചിരി ആദ്യം മുതൽ അവസാനം വരെ നിലനിർത്താൻ ഈ ചിത്രത്തിന് കഴിഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു കോമഡി എന്റർടൈനർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. 2 കുടുംബങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളായതുകൊണ്ട് ഒരു ഫാമിലി കോമഡി എന്റർടൈനർ എന്ന് വേണമെങ്കിലും പറയാം. എന്ന് വെച്ചാൽ കുടുംബത്തോടെ പോയിരുന്ന് കാണാനും ഒരു വെക്കേഷൻ നന്നായി ആസ്വദിക്കാനും ഗുരുവായൂർ അമ്പലനടയിൽ ഒന്ന് പോയിരുന്ന് കണ്ടാൽ കാശ് നഷ്ടമാകില്ല എന്ന് സാരം. കോമഡിക്കാർക്ക് അഴിഞ്ഞാടാനും ആഘോഷിക്കാനും പറ്റിയതാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്ന കഥ. നമ്മളെ ചിരിപ്പിക്കാൻ വേണ്ടി ചില സിനിമകളും താരങ്ങളും നടീനടന്മാരും ഒക്കെ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ സത്യത്തിൽ നമുക്ക് സങ്കടം വരും. ജഗതി ശ്രീകുമാറിനെ പോലെയുള്ള ജീനിയസ് നടന്മാരുടെ അഭാവം അപ്പോഴാണ് നമ്മൾ സത്യത്തിൽ അറിയുന്നത്. ഈ സിനിമയിൽ കോമഡി ഡയലോഗ് വഴിയും ഭാവം വഴിയും സിറ്റുവേഷൻ വഴിയും നമുക്ക് പകർന്നു നൽകാൻ സംവിധായകൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇനി എന്താണ് അടുത്തത് സംഭവിക്കാൻ പോകുന്നത് എന്നത് ഓർത്ത് നമ്മൾ ചിലപ്പോൾ ചിരിച്ചു പോകും. ബേസിൽ കൈകാര്യം ചെയ്യുന്ന വിനു എന്ന കഥാപാത്രം ഒരു പ്രേമനൈരാശ്യം മൂലം വിവാഹം വേണ്ട എന്ന തീരുമാനമെടുത്ത് വിദേശത്തേക്ക് പോയ ഒരു ചെറുപ്പക്കാരനാണ്. ഒടുവിൽ അവസാനം ഒരു പെൺകുട്ടിയുമായുള്ള വിവാഹം ഉറപ്പിച്ചു. നേരിൽ കാണാതെ ഈ ഓൺലൈനായിട്ടുള്ള ഒരു ഇടപാടാണെന്ന് വെച്ചോ. ആ കല്യാണം നടത്താൻ വേണ്ടിയുള്ള വരവാണ് ഇപ്പോൾ വരുന്നത്. സത്യത്തിൽ ഈ വിനുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ തീരുമാനമെടുപ്പിച്ചത് ഈ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ സഹോദരനാണ്. പേര് ആനന്ദൻ. വിനു വിവാഹത്തിന് സമ്മതിച്ചത് തന്നെ ഈ ആനന്ദന്റെ മിടുക്കാണെന്ന് പെണ്ണിന്റെ വീട്ടുകാരും ചെറുക്കന്റെ വീട്ടുകാരും ഒരുപോലെ പറയുന്നുണ്ട്. വിവാഹം തീരുമാനിച്ച കാലയളവിൽ ഈ വിനുവും ആനന്ദനും തമ്മിൽ മാനസികമായി ഭയങ്കരമായി അടുത്തു. ഒരവസരത്തിൽ ഈ വിനു പറയുന്നുണ്ട്, ഞാൻ നാട്ടിലേക്ക് വരുന്നത് കല്യാണം കഴിക്കാനൊന്നും അല്ല, ആനന്ദൻ ചേട്ടനെ ഒന്ന് കാണാൻ വേണ്ടി മാത്രമാണ്. അത്ര ഭയങ്കര ആത്മബന്ധമായി ഈ അളിയനും തമ്മിൽ. ഈ ലോകത്ത് ഏറ്റവും മുഴുപ്പുള്ള ബന്ധം ഒരു അളിയനും മറ്റൊരളിയനും തമ്മിലുള്ളതാണെന്ന് വരെ പറയുന്ന അളവിൽ ആനന്ദനും ആ ബന്ധത്തിന്റെ ആഴത്തിൽ വീണു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ,
ഈ വിവാഹം നടത്താൻ വേണ്ടിയൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടാണ് വിനുവിനെ കൊണ്ട് ഇതൊക്കെ സമ്മതിപ്പിച്ചത്. ആ വിവാഹം നടത്താനും ആ വിവാഹം മുടക്കാനും രണ്ട് ചേരിയിലാകുന്ന കഥാപാത്രങ്ങളും കുടുംബക്കാരും സുഹൃത്തുക്കളെയും കൊണ്ട് നിറയുന്നു പിന്നീട് ഈ സിനിമ. ഒടുവിൽ ഈ വിവാഹ ദിവസം ഗുരുവായൂർ അമ്പലം നടയിൽ എന്ത് സംഭവിക്കും എന്നതാണ് സിനിമ നമ്മളെ കൊണ്ടുപോയി നിർത്തുന്ന സസ്പെൻസ്. ഒരു സിമ്പിൾ കുടുംബ കഥ, അത് എങ്ങനെ പറയാമെന്ന് ചോദിച്ചാൽ എങ്ങനെയും പറയാം എന്നതിന്റെ ഉദാഹരണമാണ് ഈ സിനിമ. സിനിമയുടെ തുടക്കത്തിൽ ലോകത്ത് വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ആളുകളെ കൊണ്ട് ഗുരുവായൂർ അമ്പല നടയിൽ എന്ന് പറയിപ്പിക്കുന്നതൊക്കെ നല്ല നർമ്മം നൽകി അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പലപ്പോഴും നാടകത്തിന് മുകളിലുള്ള നാടകീയത കൂടുതൽ ക്രിയേറ്റ് ചെയ്ത് ചിരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഭാഗങ്ങളും ഉണ്ടായിരുന്നു എന്ന് പറയാതെ വയ്യ. എന്നാൽ മൊത്തത്തിലുള്ള ഒരു മൂഡിൽ അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. പൃഥ്വിരാജും ബേസിലും തമ്മിലുള്ള കോംബോ മനോഹരമായിരുന്നു. പടം മുഴുനീളം അവർ തമ്മിലുള്ള ഒരു ടോം ആൻഡ് ജെറി കളിയാണ് എന്ന് നമുക്ക് പറയാം. ഈ സിനിമയിൽ ഒരവസരത്തിൽ ബേസിൽ കൈകാര്യം ചെയ്യുന്ന ഒരു കഥാപാത്രം വിനു, അത് പൃഥ്വിരാജിനോട് പറയുന്ന ഒരു ഡയലോഗുണ്ട്, നിങ്ങളാണ് അനന്തേട്ട ഹീറോ എന്നൊക്കെ. അത് വാസ്തവമാണ്, പൃഥ്വിരാജ് തന്നെയാണ് ഹീറോ. എന്നാൽ ഈ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട ഒരു ഇന്റർവ്യൂവിൽ പൃഥ്വിരാജ് പറഞ്ഞത് ഈ സിനിമയിൽ ഞാനല്ല നായകൻ, ബേസിലാണ് നായകൻ എന്നാണ്. അപ്പോൾ പത്രക്കാർ ചോദിക്കുന്നുണ്ട്, നായകൻ അല്ലെങ്കിൽ പിന്നെ കല്യാണം മുടക്കാൻ നടക്കുന്ന വില്ലനാണോ എന്ന്. അപ്പോൾ പൃഥ്വിരാജ് പറയുന്നത്, അതിന് ഞാൻ മാത്രമാണോ കല്യാണം മുടക്കാൻ നടക്കുന്നത്, ഒത്തിരി പേര് അത് മുടക്കാൻ വേണ്ടി നടക്കുന്നുണ്ടല്ലോ എന്ന്. ഇപ്പോൾ ആ സിനിമയുടെ ഒരു ട്രാക്ക് നിങ്ങൾക്ക് പിടികിട്ടി കാണുമെന്ന് കരുതുന്നു. ആരാണ് ഈ സിനിമയിലെ നായകൻ, അല്ലെങ്കിൽ ആരാണ് ഈ സിനിമയിലെ വില്ലൻ? എന്തിനാണ് ഈ കല്യാണം മുടക്കുന്നത്? ആരാണ് ഈ കല്യാണം മുടക്കാൻ നടക്കുന്നത്? ഒടുവിൽ കല്യാണം മുടങ്ങുമോ അതോ നടക്കുമോ? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരമാണ് ഗുരുവായൂർ അമ്പല നടയിൽ എന്ന സിനിമയിലുള്ളത്. പ്രകടനത്തിന്റെ കാര്യം മൊത്തം പറഞ്ഞാൽ, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ബേസിൽ എന്ന നടനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഉരിയ കൂടുതലിട്ട് ബേസിൽ നമുക്ക് തന്നിട്ടുണ്ട്. നായകനാകാനോ വില്ലനാകാനോ നിൽക്കാതെ പൃഥ്വിരാജ് കട്ടയ്ക്ക് നിന്ന് അഭിനയിക്കുന്നതുമുണ്ട്. കുറെ നാളുകൾക്ക് ശേഷമാണ് പൃഥ്വി കോമഡി ചെയ്യുന്നത്. കോമഡി മാത്രമല്ല, ആവശ്യത്തിന് ആക്ഷനും ഉണ്ട്. ബേസിലിന്റെ നായികയായി വന്ന അനശ്വര രാജൻ, പൃഥ്വിരാജിന്റെ നായികയായി വന്ന നിഖില വിമല്, അവരൊക്കെ അവരുടെ വേഷങ്ങൾ ഭംഗിയായി ചെയ്തു. ജഗദീഷ്, രേഖ തുടങ്ങി ഒരുപിടി താരങ്ങള് ഓരോ മുക്കിൽ നിന്നും കയറി ഒടുവിൽ ഗുരുവായൂർ അമ്പലത്തിന്റെ മുമ്പിൽ എത്തുമ്പോൾ ഒരു ജനപ്രളയം തന്നെ ആകുന്നുണ്ട്. പക്ഷെ എനിക്ക് എടുത്തു പറയാൻ ഒന്ന് രണ്ട് പേരുണ്ട് ഈ സിനിമയിൽ. അതിലൊരാൾ തമിഴ് നടൻ യോഗി ബാബുവാണ്. തമിഴിലെ ഒരു കോമഡി നടനാണ് ഈ യോഗി ബാബു. അദ്ദേഹത്തിന്റെ സിനിമകൾ നിങ്ങളിൽ പലരും കണ്ടിരിക്കും. എന്നാൽ അദ്ദേഹം വെറും ഒരു കൊമേഡിയൻ അല്ല, അദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് റൈറ്ററും സംവിധായകനും ഒക്കെയാണ്. നമ്മുടെ ഇന്ദ്രൻസിനെ പോലെ വളരെ ഗൗരവമുള്ള സീരിയസ് വേഷങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. 2021 പുറത്തു വന്ന മണ്ടേല എന്ന സിനിമയിലെ അദ്ദേഹത്തിന്റെ പ്രകടനം സത്യത്തിൽ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. അതിൽ നായകനായിരുന്നു അദ്ദേഹം. ഒരു പൊളിറ്റിക്കൽ സറ്റയർ ആയിരുന്നു ആ സിനിമ. ആ സിനിമ കണ്ടതിന് ശേഷം ഞാൻ ഇദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളും തേടി പിടിച്ച് പോയി കണ്ടു. അദ്ദേഹത്തോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് എനിക്ക്. അദ്ദേഹം ഈ സിനിമയിൽ ഒരു വേഷം ചെയ്യുന്നു എന്ന് കേട്ടപ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നി. എന്നാൽ ആ കഥാപാത്രമായിരുന്നില്ല അദ്ദേഹം അർഹിച്ചത് എന്നും തോന്നി. മറ്റൊരു കഥാപാത്രം പൃഥ്വിരാജിന്റെ ഭാര്യയുടെ അച്ഛനായി വരുന്ന ബൈജു ആണ്. അടുത്ത കാലത്ത് ചെയ്യുന്ന വേഷങ്ങളെല്ലാം തൃപ്തികരമായി പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുന്നതിൽ ബൈജു ശ്രദ്ധിക്കുന്നുണ്ട്. പല നടന്മാരുടെയും വിയോഗം തീർത്ത വിടവ് നികത്തുന്നുണ്ട് ബൈജുവിനെ പോലെയുള്ള നടന്മാർ. ജഗദീഷ് അവതരിപ്പിക്കുന്ന കഥാപാത്രവും വളരെ ശ്രദ്ധേയമാണ്. നിരവധി നടന്മാരും പുതിയ നടന്മാരും എല്ലാം വേഷം ചെയ്യുന്നുണ്ട് ഈ സിനിമയിൽ. ചില പ്രിയദർശൻ സിനിമകളുടെ ഓളവും തീരവുമെല്ലാം ഓർമ്മിപ്പിക്കുന്ന ക്ലൈമാക്സിൽ പൃഥ്വിരാജ് പറയുന്നുണ്ട്, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന്. എന്നാൽ ഞാനും പിന്നിലിരുന്ന് എല്ലാം കണ്ടു എന്നത് പുള്ളിക്കാരൻ അറിഞ്ഞിട്ടില്ല. അല്ല, അറിയണ്ട. നിങ്ങളും ഒന്ന് പോയി കണ്ടു നോക്കൂ. നാളെ മറ്റൊരു സിനിമയുടെ വിശേഷവുമായി കാണുന്നതുവരെ എല്ലാവർക്കും സ്നേഹാദരം.